ഉമറായി മാറിയത് എങ്ങനെയാ? വിശുദ്ധമായ ഖുർആനിലൂടെ. എന്റെ ചെറുപ്പക്കാർക്ക് കഴിയോ 21-ാം നൂറ്റാണ്ടിലെ ഉമറായി മാറാൻ? എങ്കിൽ എന്റെ പൊന്നുമോനെ, വീറും വാശിയും കാണിച്ച് നടന്നിട്ടൊരു കാര്യമില്ല. അള്ളാഹുവിന്റെ ഖുർആൻ കൈകൊണ്ടെടുക്കണം. ആ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. ആ വിശുദ്ധ ഖുർആൻ ജീവിതത്തിന്റെ ഭാഗമാക്കി മാറ്റണം. അവിടെയാണ് വിജയം. അവിടെയാണ് ജീവിതത്തിന്റെ സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നത്. അല്ലേ? സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്ന എവിടെയാ? അത് അല്ലാഹുവിന്റെ ഖുർആനിലൂടെയാണ്. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരിക്കൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നു. മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് ഈ സമുദായത്തിൽ ഉണ്ടാകുന്ന സർവ്വ പ്രശ്നങ്ങളും പറഞ്ഞു കൊടുത്തു. എന്തൊക്കെ പ്രശ്നം ഉണ്ടാവുമോ, എന്തൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാവുമോ എല്ലാം അല്ലാഹുവിന്റെ ഹബീബിനെ പറഞ്ഞു കൊടുത്തു. എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ജിബ്രീൽ വമൽ മഖ്റജു മിൻഹാ യാ ജിബ്രീൽ, ജിബ്രീലെ ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം എന്താണ്? ഈ പ്രശ്നങ്ങളിൽ നിന്നുള്ള പരിഹാരം എന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കിതാബുല്ലാഹ്. നബിയെ, അല്ലാഹുവിന്റെ കിതാബിലാണ്, അല്ലാഹുവിന്റെ കിതാബിലാണ് ഇതിനൊക്കെ പരിഹാരമുള്ളത്. വേറൊരു പരിഹാരവുമില്ല. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ പ്രശ്നങ്ങളുടെ മുഴുവൻ പരിഹാരം എവിടെയാ? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, കിതാബുല്ലാഹ്, അള്ളാന്റെ കിതാബിലാണ്, അള്ളാഹുവിന്റെ ഖുർആൻ. സഹോദരങ്ങളെ ചിന്തിക്കും, നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലേ? ജീവിതത്തിൽ ഒരു സമാധാനമില്ല, ജീവിതത്തിൽ ഒരു ബറക്കത്തില്ല, ഒരു സമാധാനമില്ല, അതിങ്ങനെ കഷ്ടപ്പെടുക അല്ലേ? നമുക്ക് എല്ലാവർക്കും ഉസ്താദന്മാരുടെ അടുത്തൊക്കെ നമ്മൾ എല്ലാവരും ചെന്ന് ഒരു ചെറിയ കൈമടക്കം കൊടുത്തിട്ട് പറയും, ഉസ്താദെ ദുആ ചെയ്യണം, കച്ചവടത്തിൽ ബറക്കത്തുണ്ടാകണം, കുടുംബത്തിന് ബറക്കത്തുണ്ടാകണം, പ്രശ്നമാണ്, രോഗമാണ്, ബുദ്ധിമുട്ടാണ്, നമ്മൾ ദുആ ചെയ്യിപ്പിക്കാം. എല്ലാവർക്കും വേണ്ടത് ബറക്കത്താ. ഇന്ന് ബറക്കത്തില്ലാതായിപ്പോയി. ബറക്കത്തിന് വേണ്ടി എന്തൊക്കെ ഈ സമുദായം ചെയ്യുന്നതയോ. ചില വീടുകളിലേക്കൊക്കെ ചെന്നാല് നിസ്കാരം ഉണ്ടാവൂല, ദീനും ഉണ്ടാവൂല, ഖുർആനും ഉണ്ടാവൂല, ഒന്നും ഉണ്ടാവൂല. പിന്നെന്താ? കുറെ ഫോട്ടോസ് മാത്രം ഉണ്ടാവും. ആരുടെ ഫോട്ടോ? കേരളത്തിലുള്ള എല്ലാ മഖ്ബറയുടെ ഫോട്ടോ ഉണ്ടാവും വീട്ടിൽ, അല്ലേ? നിസ്കാരം മാത്രമില്ല, ഖുർആൻ മാത്രമില്ല, ബദരീങ്ങളുടെ പേരൊരു തകിടിൽ ഇങ്ങനെ എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് കൊണ്ടങ്ങ് തൂക്കും വീടിന്റെ ഏറ്റവും മേളില്. അതിന്റെ ഏറ്റവും നേരെ താഴെ വലിയൊരു ടിവിയും കൊണ്ടുവെക്കും. ബറക്കത്ത് ഇങ്ങനെ അതുവഴി ഇങ്ങനെ ഇറങ്ങുക വീട്ടിലേക്ക്, അതുവഴി ഇങ്ങനെ ഇറങ്ങുക. അങ്ങനെ ബദരീങ്ങളുടെ പേര് ടിവിയുടെ മുന്നിൽ കെട്ടിത്തൂക്കാനുള്ളതല്ല. ബദരീങ്ങൾക്ക് ബറക്കത്തുണ്ട്, പേരിന് ബറക്കത്തുണ്ട്. നമുക്ക് ആ ബറക്കത്ത് മാത്രം മതി. നമുക്ക് ബദരീങ്ങളായാലും ഔലിയാക്കളായാലും പേര് മാത്രം മതി. ജീവിതം വേണ്ട, ജീവിതം വേണ്ട. ജീവിതത്തിലൂടെ ബറക്കത്തുണ്ടാക്കാൻ കഴിയട്ടെ, അതാണ് ഏറ്റവും വലിയ ബറക്കത്ത്. ഇങ്ങനെ ബറക്കത്തിന് വേണ്ടി ഓടുക. മലപ്പുറത്തൊരു വാതിന് പോയപ്പോ ഒരു വീട്ടിലൊരു ചെറിയൊരു ഫോട്ടോ ഇരിക്കുന്നുണ്ട് ഷെൽഫില്. ഒരു പണ്ഡിതന്റെ വീടാ. അപ്പൊ ഞാൻ ചോദിച്ചു, ഈ ഫോട്ടോ ആരുടേതാ? അപ്പൊ എടുത്ത് കാണിച്ചു, ഒരു ഉപ്പാപ്പാന്റെ ഫോട്ടോയാ. ഇത് ആരുടെയാന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഇവിടെ തൊട്ടടുത്ത് ജീവിച്ചിരുന്ന് മരണപ്പെട്ടുപോയ ഒരു വലിയാണ് ഇദ്ദേഹം, അദ്ദേഹത്തിന്റെ ഫോട്ടോയാ. ഞാൻ ചോദിച്ചു, എന്തിനാ വെച്ചേക്കുന്നേ? ബറക്കത്തിന് വേണ്ടി വെച്ചേക്കാം. ചിന്തിച്ചു നോക്കെ, ബറക്കത്തിന് വേണ്ടി ഫോട്ടോ വെക്കുക. അള്ളാന്റെ ഹബീബ് പറഞ്ഞു, ഫോട്ടോ ഉള്ള വീട്ടിലേക്ക് റഹ്മത്തിന്റെ ബറക്കത്തിന്റെ മലക്കുകളെ അടക്കില്ല. ഇന്ന് ആ സാധനം എടുത്ത് ബറക്കത്തിന് വേണ്ടി വെച്ചേക്കുക. പടച്ചോൻ കാത്തു രക്ഷിക്കട്ടെ. സമുദായത്തിൽ നിന്ന് ദീൻ എന്തെന്ന് അറിയില്ല, ദീൻ എന്തെന്ന് അറിയില്ല. ബറക്കത്തിന് വേണ്ടി ഇന്ന് ഓട്ടമാണ്, അല്ലേ? നാടുനീളെ മക്ബറയായ മക്ബറ മുഴുവനും ഓടി പൊട്ടിക്കരയും ബറക്കത്തിന് വേണ്ടി, ബറക്കത്തിന് വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യും? ഇന്ന് മക്ബറയിലേക്ക് ചെല്ലുമ്പോ ഏറ്റവും വലിയ കാര്യം എന്താ? മക്ബറയിലേക്ക് ഒരു ഫുൾ നിലവിളക്ക് അങ്ങോട്ട് സംഭാവന ചെയ്ത ബറക്കത്താന്നാ കരുതി. ഈ നിലവിളക്ക് കത്തിക്കാത്ത മക്ബറകളൊന്ന് ചുരുക്കം. പക്ഷെ അൽഹംദുലില്ലാഹ് സന്തോഷം ഉണ്ടായി. നാദാപുരം പള്ളിയിൽ പോയി, അവിടെ അൽഹംദുലില്ലാഹ് മഹത്തുക്കളായ ഒരുപാട് മഹാന്മാരുടെ മക്ബറ കണ്ടു. അൽഹംദുലില്ലാഹ് ഒരൊറ്റ നിലവിളക്ക് പോലും കണ്ടില്ല, അല്ലെ? ഇവിടെ തൊട്ടടുത്തുണ്ടല്ലോ വടകര കുഞ്ഞിപ്പള്ളി. കുഞ്ഞിപ്പള്ളിയിൽ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹിമഹുല്ലാഹ്, അല്ലാഹു തആല മഹാനുഭാവന്റെ ഖബറിനെ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. മഹാനുഭാവന്റെ മക്ബറയിൽ വിനീതം പോയി. ഒരൊറ്റ നിലവിളക്ക് അവിടെ കത്തിക്കപ്പെടുന്നില്ല. എന്ന് മാത്രമല്ല, ഖബറിൽ തൊടാൻ പോലും സമ്മതിക്കുന്നു. കാര്യം എന്താ? നമുക്കറിയോ, നമ്മൾ ദീൻ പഠിച്ചില്ല. ഔലിയാക്കളെ ബഹുമാനിക്കണം, ഔലിയാക്കളെ ആദരിക്കണം. അല്ലാഹു തആല അവരിൽ വെച്ചിരിക്കുന്നതായ ബറക്കത്ത് അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. അത് നേടിയെടുക്കാൻ നമുക്ക് കഴിയുകയും ചെയ്യണം. അത് നമുക്ക് നേടിയെടുക്കുകയും ചെയ്യണം. പക്ഷേ
ഔലിയാക്കളുടെ ഖബറുകളിൽ നിലവിളക്ക് കത്തിച്ചൊരു ബറക്കത്ത് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. തൊട്ടടുത്ത് വടകരയ്ക്കടുത്ത് കുഞ്ഞിപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നിങ്ങൾ ഓരോരുത്തരും ആദരിക്കുകയും ബഹുമാനിക്കുകയും മുസ്ലിം സമുദായം അംഗീകരിക്കുകയും ചെയ്യുന്ന മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം സാനി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ ലോക പ്രശസ്തമായ കിതാബ് ഇർഷാദുൽ ഇബാദ് എന്ന സാധാരണ ദറസുകളിൽ താഴെ ക്ലാസ്സിലുള്ള മുതഅല്ലിമീങ്ങൾ പോലും പഠിക്കുന്ന കിതാബിൽ വ്യക്തമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു, മഖബറകളിൽ ആവശ്യമില്ലാതെ നിലവിളക്കുകൾ കത്തിക്കുന്നത് ഹറാമാണ്, മഖബറകളിൽ തൊട്ടുമുട്ടൽ ഹറാമാണ്, ബറക്കത്തിന് വേണ്ടി സുജൂദ് ചെയ്യലും റുകൂ ചെയ്യലും അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീനുൽ ഇസ്ലാമും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തും ഐക്യകണ്ഠേന ഹറാമാക്കിയ കാര്യമാണെന്ന് അംഗീകരിക്കപ്പെട്ട പണ്ഡിതന്മാര് പോലും പറയുമ്പോ നമ്മൾ അതിലൂടെ ബർക്കത്തെടുക്കാനൂടെ അല്ലേ? നമ്മൾ അതിലൂടെ ഇതാണ് ദീൻ. നിങ്ങൾക്ക് അന്വേഷിക്കാം, ആലിമീങ്ങളോട് ചോദിക്കും. ഞാൻ ഒരു സംഘടനയ്ക്ക് മോശാന പാടാൻ വന്നതല്ല, ഇതാണ് ദീൻ. ഒരു മഖബറയില് വെളിച്ചമില്ല, പ്രകാശമില്ല എങ്കിൽ എന്ത് ചെയ്യാം? പ്രകാശത്തിന് വേണ്ടി ഒരു നിലവിളക്ക്, അത് മഖബറയിൽ എവിടെ ആയാലും കത്തിക്കാം, പ്രകാശത്തിന് വേണ്ടി. അതല്ലാതെ നിലവിളക്ക് കത്തിക്കലോ അവിടെ അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്നത്തെ മഖബറയുടെ ആവശ്യമൊന്നും, ഒരു മഖബറ ഉണ്ടെങ്കിൽ 1.5 കിലോമീറ്റർ അപ്പുറത്തുനിന്ന് അതിന്റെ ലൈറ്റ് തുടങ്ങുക. പിന്നെ എന്തിനായി നിലവിളക്ക്? എന്ത് പ്രയോജനമാ? നിസ്കാരമില്ലാതെ ഇങ്ങനില്ലാതെ സഹോദരിമാരിങ്ങനെ ഓടുക. ഇന്നിപ്പോ അള്ളാന്റെ റസൂല് സിയാറത്ത് സുന്നത്താക്കി. എന്തിനാ? മരണത്തോർക്കാൻ നമ്മൾ എന്ത് ചെയ്തു? സിയാറത്ത് ടൂറാക്കി മാറ്റി. പടച്ചോൻ കാത്തിരക്ഷിക്കട്ടെ. സഹോദരിമാർ ഔറത്ത് മറയ്ക്കാതെ ഓടുക. എന്റെ സഹോദരി ഒരു പതക്കത്തുമില്ല, ശരീരം പരിപൂർണമായും മറയ്ക്കാതെ ചെയ്യുന്ന സിയാറത്തുകൾ കൊണ്ട് ഒരു പ്രയോജനവും നിനക്കില്ല എന്നല്ല, അള്ളാന്റെ ഹബീബ് പഠിപ്പിച്ചത് അപകടമാണെന്നാണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ചു അത് അപകടമാണ്, അദാപത്തിലേക്കുള്ള പോക്കാണ്. കാരണം റസൂലുള്ളാഹി തങ്ങളുടെ ലോകാവസാനത്തിന്റെ അടയാളങ്ങൾ പഠിപ്പിച്ചു. ലാ തഖൂമു സ്സാഅതു ഹത്താ തൽതരിബ അലിയതു നിസാ ദൗസിൻ അലാ ദിൽ ഖലിസ. മുസ്ലിം സമുദായത്തിലെ ദൗസ് കുടുംബത്തിലെ പെണ്ണുങ്ങളുടെ അരക്കെട്ടുകൾ ശരീരം തുറന്നിട്ടുകൊണ്ട് ഖബറുകൾക്ക് ചുറ്റും വളയം വെക്കുന്നത് വരെയും ലോകാവസാനം സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ മുത്തായ മുത്തലി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബറക്കത്ത് വേണോ? വീട്ടില് സമാധാനം വേണോ? രോഗം മാറണോ? കടം മാറണോ? വീട്ടിലുള്ള ബുദ്ധിമുട്ടുകൾ മാറണോ? അല്ലാഹുവിന്റെ ഹബീബിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക. അല്ലാഹുവിന്റെ ഹബീബായ മുത്തലി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂലായ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു, വീട്ടിലെ ബറക്കത്ത് വേണോ? ഇന്നൽ ബൈത്തല്ലദീ യുഖറഉ ഫീഹിൽ ഖുർആൻ യുക്സിറു ഖൈറുഹു. ഏത് വീട്ടിൽ ഖുർആൻ ഓതപ്പെടുന്നോ, ഏത് വീട്ടിലാണോ ഖുർആൻ ഓതപ്പെടുന്നത്, ആ വീട്ടിലാണ് ബറക്കത്തുള്ളത്. ആ വീട്ടിൽ യുക്സിറു ഖൈറുഹു, ബറക്കത്ത് വർദ്ധിച്ച് ആ വീട്ടിൽ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നുള്ള കരുണ വർഷിക്കപ്പെടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ബറക്കത്ത് വേണോ? ഖുർആൻ ഓതണം. ബറക്കത്ത് വേണോ? ഖുർആൻ ഓതണം. ഖുർആൻ ഓതാത്ത വീടിന്റെ അവസ്ഥ എന്താ? വൽ ബൈത്തല്ലദീ ലാ യുഖറഉ ഫീഹിൽ ഖുർആൻ യുഖില്ലു ഖൈറുഹു. ഏത് വീട്ടിൽ ഖുർആൻ ഓതപ്പെടുന്നില്ലയോ, ഏത് വീട്ടിൽ ഖുർആനുമായി ബന്ധമില്ലയോ, ആ വീട്ടിൽ ബറക്കത്തില്ല. ആ വീട്ടിൽ ഒരിക്കലും ബറക്കത്തിന്റെ അംശം പോലുമില്ല എന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി